ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് പാൻറ്റൊക്കെ മേടിക്കുമല്ലോ, അങ്ങനത്തെ പാൻറ്റിൻ്റെ എലാസ്റ്റിക് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ നല്ല നീറ്റായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്താവുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ഈ പാൻറ്റിൽ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എലാസ്റ്റിക് കട്ട് ചെയ്തിട്ടില്ലല്ലോ. സാധാരണ നമ്മൾ അരവണ്ണത്തിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഒരു വര വരച്ച് വെച്ചോണുണ്ടോ, അത് നമുക്ക് കറക്റ്റ് ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ ഒരു വര വെച്ചിട്ട് വേണം നമുക്ക് മടക്കാനായിട്ട്. ഞാനിവിടെ ഒരു 38 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്താണ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രോച്ച് ഏരിയ നമ്മൾ ഫുള്ളായിട്ടും അടിച്ചെടുത്തിട്ടില്ല. ഒരു സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം അടിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫുള്ളായിട്ട് അടിച്ച് വെച്ചിരിക്കുന്നത് കാരണമാണ് അത്രയും ഭാഗം വിട്ടിരിക്കുന്നത്. ബാക്കി കുറച്ച് നീളവും കൂടെ നമ്മൾ കുറച്ചുകൂടെ നൂലൊന്ന് പൊട്ടിച്ച് വിടുകയാണ്. അത്രയും ഒരു പകുതി ഭാഗം നമ്മൾ അടിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എലാസ്റ്റിക് വെക്കുന്നത്. പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് എലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. നമ്മുടെ അരവണ്ണത്തിൻ്റെ എത്രയാണ് എലാസ്റ്റിക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അരവണ്ണം ഇപ്പം 40 ആണെങ്കിൽ അതിനേക്കാൾ ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ കുറച്ചെടുക്കുക. നമ്മുടെ കയ്യിലുള്ള എലാസ്റ്റിക്കിൻ്റെ ആ ഒരു വലിച്ചിലനുസരിച്ചിരിക്കും. ചില എലാസ്റ്റിക് നന്നായിട്ട് വലിഞ്ഞു വരും. അങ്ങനെയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ നമ്മളൊരു 6 ഇഞ്ച് കുറച്ചെടുക്കുക. അതായത് ഇപ്പം 40 ആണ് അരവണ്ണം എങ്കിൽ ഒരു 34 എടുക്കുക. ഓക്കെ. അപ്പോൾ ചില എലാസ്റ്റിക് നല്ല ടൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് പാൻറ്റ് ചെയ്യുമ്പോൾ മുകളിൽ എലാസ്റ്റിക് ഇടുന്നത്, ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കയറ്റി വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് നമ്മൾ വീതി കുറച്ച് അറിയാതെ അടിച്ചു പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഈ എലാസ്റ്റിക് കയറാത്തതായിട്ട് വരും. അപ്പോൾ വീതി കൂടിയ സ്ഥലത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല. വീതി കുറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമുക്കത് അഴിക്കേണ്ടി വരും. എന്നാലാണ് ഈ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന ഒരു മാർഗ്ഗം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എലാസ്റ്റിക് ഇട്ടെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ നമ്മുടെ അരവണ്ണം 36 36ൻ്റെ നിന്ന് 6 ഇഞ്ച് കുറച്ച് 30 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 30 ഇഞ്ച് ലെങ്ത്തിൽ എലാസ്റ്റിക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം അതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ, കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതുപോലെ എലാസ്റ്റിക് ഇങ്ങനെ വയ്ക്കുക, താഴേക്ക് ഇറക്കി വയ്ക്കുക. നമുക്കിപ്പോൾ എത്രത്തോളം മടക്കി വയ്ക്കാനുണ്ടെന്നുള്ളതനുസരിച്ച് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് ആ എലാസ്റ്റിക്കിൻ്റെ തൊട്ടടുത്തോടെ സ്റ്റിച്ച് ചെയ്യാതെ കുറച്ചൊരു ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ടൈറ്റായിട്ട് എലാസ്റ്റിക് ഇരിക്കുമ്പോഴാണ് ആ ഒരു എലാസ്റ്റിക് തന്നെ ഒന്ന് വളഞ്ഞിങ്ങനെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും, എലാസ്റ്റിക് കുറച്ച് നീളത്തിലങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ പതുക്കെയാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്പീഡിൽ കൂട്ടിയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. പതുക്കെ നമ്മളൊരു 4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഒരു പോയിൻ്റ് വ്യത്യാസത്തിൽ ഇതുപോലെ അടിച്ചെടുക്കുക. എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് കയറാതെ നോക്കണം. ആ തുണിയിൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ചിങ് വരാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് എങ്ങനെയാണ്, നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ചുരുക്കി ചുരുക്കി കൊടുത്താലാണ് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് പിടിച്ചൊന്ന് വലിക്കാം. വലിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്ന ആ പോയിൻ്റ് കണ്ടോ, ആ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻ്റ് നമുക്കവിടെ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത്രയും നീളത്തിൽ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി നമുക്ക്.
അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ തുണിയും അതുപോലെ തന്നെ നമ്മുടെ എലാസ്റ്റിക്കും കൂടെ ഒന്ന് യോജിപ്പിച്ച് അടിച്ചെടുക്കുക. അതുപോലെ രണ്ട് സൈഡും അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആരംഭിച്ച ആ ഒരു സൈഡും അവസാനിപ്പിച്ച ആ ഒരു ഭാഗവും കൂടെ 2, 3, 4 സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ഒപ്പം വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ പ്ലീറ്റൊന്നും നേരെയാക്കാനായിട്ട് പോകണ്ട. നമുക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം അടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് നേരെയാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ ആ രണ്ട് ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ക്രോച്ചേരിയുടെ ആ ഒരു ഭാഗം ഒരു 6 ഇഞ്ചോളം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓപ്പൺ ചെയ്തിട്ടേക്കണ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് വരികയാണ്. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആ എലാസ്റ്റിക് വെച്ചേക്കുന്ന ആ ഭാഗം കണ്ടോ, ആ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ 2 എലാസ്റ്റിക്കിൻ്റെ പീസായതുകൊണ്ട് രണ്ടും കൂടെ പതിച്ചടിക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണം മതി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഒരു ഭാഗം ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ണേൻ്റെ മുകളിൽ മറ്റേ എലാസ്റ്റിക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് പതിച്ചടിക്കുക. അതായത് ഇപ്പോൾ കാണാത്ത രീതിയിൽ ഒന്ന് പതിച്ചടിച്ചേച്ചാൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കണ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ച് 1, 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്കവിടെ എലാസ്റ്റിക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഞൊറിവോടുകൂടി നമുക്ക് എലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സാധാരണ 8 സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഭേദം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.